അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ മാബാദ്. ബഹുമാന്യരെ, നമ്മുടെ കേരള ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സുപ്രധാനമായ ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ, അഥവാ മെയ് മാസം 14 മുതൽ അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുകയാണ്. അപേക്ഷിക്കേണ്ട ഡേറ്റ് ഇന്നാണ്. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. അതിലൊന്നാമത്തേത് ഹയർ സെക്കൻഡറി സ്കൂൾ. ആ ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ പ്രത്യേകതയും പ്രാധാന്യവും എന്താണ് എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അൻവർ മാഷ് ആവശ്യമെന്ന് പറയും. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ഒരു പ്രവേശന കവാടമാണ്. കാരണം 10ാം ക്ലാസ് വരെ കുട്ടികൾ പഠിച്ചു വന്നതിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക്, ഉയർന്ന തലങ്ങളിലേക്ക് അവർ ഏത് ഏരിയയിലേക്ക് നീങ്ങണം എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ടേണിംഗ് പോയിൻ്റാണ് ഹയർ സെക്കൻഡറി. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ കൃത്യമായ ഒരു ആലോചനയും പ്ലാനിങ്ങും ഇല്ലെങ്കിൽ അത് കുട്ടികളുടെ ഉപരിപഠനത്തെയും അതേപോലെ ജോലി സാധ്യതയൊക്കെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തെ വളരെ സുപ്രധാനമായൊരു ടേണിംഗ് പോയിൻ്റ് എന്ന നിലക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളും അതിൻ്റെ അപേക്ഷയും അതിൻ്റെ സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പൊക്കെ വളരെ പ്രധാനമുള്ളതാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചോളം, കുട്ടികളെ സംബന്ധിച്ചോളം. ഇത്തവണ ഹയർ സെക്കൻഡറിയുടെ അപേക്ഷാ സമർപ്പണം മുൻ വർഷത്തേക്കാൾ വളരെ നേരത്തെയാക്കിയിട്ടുണ്ട്. SSLC റിസൾട്ട് കഴിഞ്ഞ ആഴ്ചയിൽ വന്നു. ഇന്ന് മുതൽ ഈ ആഴ്ചയിൽ തന്നെ +1 ആപ്ലിക്കേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. മെയ് 14 മുതൽ 20 വരെയുള്ള ഡേറ്റുകളാണ് ഏകജാലക അപേക്ഷാ സമർപ്പണത്തിനായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ മോഡാണ് ശരിക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് നമ്മളെ വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളുമൊക്കെ ഇതിൽ വളരെ സങ്കീർണമായി വിഷമിക്കുന്ന ഒരവസ്ഥ വിശേഷം ഇപ്പോൾ ഫീൽഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ ഒരു അജ്ഞത ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ചില ശക്തികളും പുറത്തുണ്ട്. തീർച്ചയായും യഥാർത്ഥത്തിൽ വളരെ നിസ്സാരമായി, വളരെ സിമ്പിളായി ഒരാളുടെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കുട്ടികൾക്ക് തന്നെ അവരുടെ മൊബൈൽ ഫോൺ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ സ്വന്തം ചെയ്താൽ ശരിയാവില്ലേ, അതിലെന്തെങ്കിലും തെറ്റുകൾ പറ്റുമോ എന്നൊരു ആശങ്ക ഉള്ളതുകൊണ്ടാണ് പിന്നെ മറ്റ് ഏജൻസികളെയും ഒക്കെ ആളുകൾ അവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഏജൻസികൾ നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു സംഗതി തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി തന്നെ വളരെ വലിയ ഫീസ് ഈടാക്കി കൊണ്ടാണ്. ഇത്തവണ പ്രത്യേക നിർദ്ദേശമുണ്ട്. പിന്നെ കുട്ടികൾ പഠിച്ച സ്കൂളിൽ, അത് ഹയർ സെക്കൻഡറിയിലാണെങ്കിലും ഹൈസ്കൂളിലാണെങ്കിലും 10ാം ക്ലാസ്സിൽ കുട്ടി പഠിച്ച സ്കൂളിൽ ചെന്നാൽ കുട്ടികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരവും സൗകര്യമുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലെ ഏത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നാലും അവിടെയും ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് കുട്ടിക്കും അപേക്ഷാ സമർപ്പണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലുമുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ സ്കൂളുകളിലുണ്ടല്ലോ. അതുപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ലാബ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി തന്നെ ചെയ്യാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിൽ കുട്ടികൾ അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും പറ്റാറുള്ളൊരു സംഗതി അവരുടെ അഭിരുചിയും അതുപോലെ തന്നെ അവരുടെ വിഷയത്തോടുള്ള അവരുടെ ടേസ്റ്റ് അത് മനസ്സിലാക്കിക്കൊണ്ടല്ല പലപ്പോഴും ഈ കാര്യങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്. അവർ ഏത് കോഴ്സാണ് എന്താണ്. ഇപ്പോൾ നമുക്കറിയാം 3 സ്ട്രീമാണല്ലോ ഉള്ളത്. അതിൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കുമ്പോൾ സ്ട്രീമുകളെ ഏതാണെന്ന് പരിചയപ്പെടുകയും അതിനനുസരിച്ച് കുട്ടിയുടെ അഭിരുചിയും കുട്ടിയുടെ താല്പര്യവും അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും വേണം. സയൻസിന് താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ സയൻസ് കോഴ്സുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. ഇതിലേതിലാണ് കുട്ടിക്ക് താല്പര്യം, അതേപോലെ ഏതിലാണ് കുട്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, അത് നോക്കി അത്തരം സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. മറ്റേത് സയൻസിന് തീരെ താല്പര്യമില്ലാത്ത ഒരു കുട്ടി
സയൻസിന് തന്നെ അപേക്ഷിച്ച് അതിൽ അഡ്മിഷൻ കിട്ടി 2 വർഷം വളരെ പ്രയാസപ്പെട്ട് കുറഞ്ഞ മാർക്കിൽ പാസ്സായി പിന്നെ ഉപരിപഠന സാധ്യതയൊക്കെ മുടങ്ങുന്നൊരവസ്ഥ. എല്ലാ കുട്ടികളെയും ഫസ്റ്റ് ചോയ്സ് സയൻസ് ആക്കിയിട്ട് പിന്നെ ആകെ കൂടി പ്രയാസപ്പെടുത്തുന്നൊരു അവസ്ഥ. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ താല്പര്യമുള്ളൊരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസ് ഫസ്റ്റ് ചോയ്സായി എടുത്ത് അത് പഠിച്ച് നല്ല മാർക്കിൽ പാസ്സാവാം. അതേപോലെ കൊമേഴ്സിന് താല്പര്യമുള്ള കുട്ടിക്ക് കൊമേഴ്സ് ഫസ്റ്റ് ചോയ്സായി എടുത്തിട്ട് ഉയർന്ന മാർക്കും ഗ്രേഡൊക്കെ വാങ്ങി ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ കുട്ടികളുടെ ചോയ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ പിന്നെ കുട്ടികളും പരസ്പരം ചർച്ച ചെയ്തുണ്ടാക്കുന്ന ഒരു രൂപം, അതിനനുസരിച്ചാണ് കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കൃത്യമായി ഒരു 46ഓളം വിഷയ കോമ്പിനേഷനുകളുണ്ട്. സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ 46 ഈ 46 കോമ്പിനേഷനുകളിൽ ഏതൊക്കെയാണ് വിഷയങ്ങൾ, അതിലെ പിന്നെ ലാംഗ്വേജ് അടക്കം ഉപഭാഷ അടക്കം ആ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും അപേക്ഷിക്കേണ്ടത്. അതിലിപ്പോൾ പിന്നെ ഹയർ സെക്കൻഡറിയിൽ ഉള്ള 46 കോഡുകളിൽ 1 മുതൽ 9 വരെയുള്ള കോഡുകൾ സയൻസ് സബ്ജക്റ്റുകളാണ്. അതിലിപ്പോൾ സാധാരണ വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിലുള്ളത് കോഴ്സ് 1 ബയോളജി സയൻസ്, അതേപോലെ 5 കമ്പ്യൂട്ടർ സയൻസ്. അതല്ലാത്ത സയൻസിലെ വിഷയങ്ങൾ മാറ്റമുള്ള 1 മുതൽ 9 വരെയുള്ള കോഡുകൾ സയൻസ് സബ്ജക്റ്റുകളാണ്. 10 മുതൽ 35 വരെയും പിന്നെ 40 മുതൽ 46 വരെയുള്ള വിപുലമായ 10-20 ചില്ലാനം 30ഓളം കോഡുകൾ കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസാണ്. ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ഉള്ളത് ഹ്യൂമാനിറ്റീസിലാണ്. പിന്നെ 36, 37, 38, 39 ഈ കോഴ്സുകൾ കൊമേഴ്സുമാണ്. അപ്പോൾ അതിലിപ്പോൾ ഈ സയൻസ് കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അതെടുത്ത ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിശാലമായ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോഡുകളുള്ളത് ഹ്യൂമാനിറ്റീസാണ്. ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റീസിലെ ഓരോ വിഷയങ്ങളെ അത് പഠിക്കുകയാണെങ്കിലും ഒരുപാട് സാധ്യതകളാണ്. ശരിക്കും അഡ്മിനിസ്ട്രേഷൻ രംഗത്തുള്ള തൊഴിൽ സാധ്യതകൾ വരെ ശരിക്കും ഹ്യൂമാനിറ്റീസിലാണ്. അതുപോലെ തന്നെ കൊമേഴ്സിലും ഒരുപാട് സാധ്യതകളുള്ള സംഗതിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ അഭിരുചി ശരിക്കും അതിനു മുമ്പൊക്കെ പിന്നെ പലപ്പോഴും ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയങ്ങളിലൊക്കെ പല ഫാക്കൽറ്റികളും അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊക്കെ കുട്ടികളുടെ അഭിരുചി ടെസ്റ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയം ഏതാണ് എന്ന് കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ അധ്യാപകരുടെ സഹായത്തോട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു കോമ്പിനേഷൻ തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ പിന്നെ ഇതിൽ നമുക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി നമ്മളിപ്പോൾ ഇതിങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. പക്ഷേ ഈ ചില മലബാർ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കോമ്പിനേഷൻ പഠിക്കാനുള്ള ഒരു അവസരം സൗകര്യമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. ഒരു പ്രതിസന്ധി അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഇഷ്ടമുള്ള കോമ്പിനേഷനുകൾ നമുക്ക് താല്പര്യമുള്ള സ്കൂളുകളിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് അപേക്ഷിക്കുക. ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെങ്കിൽ ചെറിയ യാത്രകൾ കൊണ്ട് എത്തിപ്പെടാവുന്ന സ്കൂളുകളിലും ഇതേ കോമ്പിനേഷനുകൾ ഉണ്ടാവും. അത്തരം ചെറിയ നമ്മൾ സാധാരണ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടണം എന്നതിലപ്പുറം ചെറിയൊരു യാത്ര ഒക്കെ നടത്തി തൊട്ടപ്പുറത്തെ സ്കൂളുകളിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ച കോമ്പിനേഷനിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ നാടിനും ഇതിനും ഒക്കെ യോജിച്ച രൂപത്തിലുള്ള നമ്മുടെ കോമ്പിനേഷനുകൾ പുതുതായി കണ്ടെത്തുകയാണ് വേണ്ടി വരിക. അപ്പോൾ നമ്മൾ പിന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഏതൊക്കെയാണ് കോമ്പിനേഷനുകൾ എന്ന് കൃത്യമായൊരു വിവരം വിദ്യാർത്ഥിക്കും രക്ഷിതാവിനും ഉണ്ടാവുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അത് വേണം. എന്നാൽ പിന്നെ അപേക്ഷിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് രീതിയിൽ മാറി കുട്ടീൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടണമല്ലോ. ഇനി നമ്മളിപ്പോൾ അപേക്ഷയിലേക്ക് കടക്കുകയാണ്. അല്ല, സാധാരണ എന്താ വെച്ചാൽ ഈ കോമ്പിനേഷനുകൾ ഇന്നതാണ്, സയൻസാണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസാണ് കുട്ടിക്ക് താല്പര്യം എന്ന് കുട്ടിയും രക്ഷിതാവും തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും ഈ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും സ്ഥിരമായി കൊടുക്കാറില്ല. ഒന്നാമത്തെ സയൻസ്, അത് കഴിഞ്ഞ് കൊമേഴ്സ്, അത് കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ്, അങ്ങനെ കുട്ടിക്ക് താല്പര്യം ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ സയൻസ് കൊടുക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും ചെയ്യും. എന്നിട്ട് കുട്ടിക്ക് തീരെ താല്പര്യമില്ലാത്ത ഈ വിഷയത്തിൽ തന്നെ പഠനം തുടരേണ്ട ഒരവസ്ഥ അതിൽ അപകടങ്ങളുണ്ട്. ഇതേപോലെ സയൻസ് താല്പര്യമില്ലാതെ സയൻസ് എടുത്തു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് താല്പര്യമില്ലാതെ ഹ്യൂമാനിറ്റീസ് എടുത്തു. അങ്ങനെ കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ക്ലാസ്
1-2 മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കുട്ടിക്ക് തീരെ താല്പര്യമില്ല എന്ന് മാത്രമല്ല ശ്രദ്ധിക്കാത്തൊരവസ്ഥ വരും. കഴിയില്ല ഇനി തുടർന്നുകൊണ്ടാണ് എന്ത് എങ്ങനെ എന്നുള്ള ഒരവസ്ഥയിൽ കുട്ടികൾ നിർത്തിപ്പോകുന്ന കുട്ടികൾ വരെ ഉണ്ട്. അത് ഒരു വിദ്യാഭ്യാസ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു മുൻകരുതൽ അവർ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഏതാണ് നമ്മൾ എടുക്കേണ്ടതെന്നതിനെ കുറിച്ചുള്ള കുട്ടിയോടുകൂടി സംസാരിക്കണം. അത് ചില രക്ഷിതാക്കൾ കുട്ടീൻ്റെ പിന്നെ അഭിരുചി രക്ഷിതാക്കളുടെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മൾ അപേക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ ഒന്നാമതായി ഇപ്പോൾ നമ്മൾ അപേക്ഷിക്കാൻ വേണ്ടി ഒരാൾ നിന്നാൽ ഒരു ഒന്നാമതായി എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അതിലിപ്പോൾ ഏകജാലക അപേക്ഷ, സിംഗിൾ വിൻഡോ അപേക്ഷ പിന്നെ ഒരു വർഷങ്ങളായി ഒരു പ്രത്യേക വെബ്സൈറ്റ് മുഖേനയാണ് നമ്മൾ നടത്തുന്നത്. www.hscap.kerala.gov.in. HSCAP തുറന്നാൽ അതിലെ ഹോം പേജിൽ തന്നെ അതിൽ കൃത്യമായി ഏത് ചെറിയ ആളുകൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ വളരെ വ്യക്തമാവുന്ന രൂപത്തിൽ തന്നെ അതിൻ്റെ ഹോം പേജിൽ തന്നെ അതിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ ഒരു അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന കുട്ടിയുടെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുകയാണ്. ആ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ മാത്രമേ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. ഈ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് ഇപ്പോൾ അതിൽ ഒരു മൊബൈൽ ഫോൺ നമ്പർ ചോദിക്കാറുണ്ട്. അതേ മൊബൈൽ ഫോണ് അതിൽ വളരെ മൊബൈൽ നമ്പർ, കാരണം ആ മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. കാരണം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ കുട്ടിയുടെ മൊബൈൽ നമ്പർ, അതേപോലെ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും സംഗതികൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആണ് കാൻഡിഡേറ്റ് ലോഗിൻ ആകുന്നത്. അപ്പോൾ അതിൽ ഈ OTP വരണമെങ്കിൽ കൃത്യമായി മെസ്സേജൊക്കെ വരുന്ന പിന്നെ വർക്കബിളായ ഒരു മൊബൈൽ നമ്പർ വേണം. അത് കുട്ടിയുടേതോ രക്ഷിതാവിൻ്റെയോ ആവണം. സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാവാറുള്ളൊരു വലിയ പ്രതിസന്ധി, ഈ കാൻഡിഡേറ്റ് ലോഗിൻ OTPയുടെ സൗകര്യത്തിന് വേണ്ടി ഇത് അപേക്ഷ സമർപ്പിക്കുന്ന ആൾ ആരാണോ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ആൾ ആരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിലെയോ അവരുടെയൊക്കെ ഫോൺ നമ്പർ കൊടുക്കും. OTP അതിലേക്ക് വരും. വളരെ എളുപ്പമായിരിക്കും. പക്ഷേ പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ ഈ മൊബൈൽ നമ്പറിനെ ബേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ മൊബൈൽ നമ്പർ നൽകുന്നത് വർക്ക് ചെയ്യുന്നൊരു നമ്പറാവണം. അത് കുട്ടിയുടെയോ രക്ഷിതാവിൻ്റെയോ അല്ലെങ്കിൽ കുട്ടിയുമായി ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെയോ നമ്പറായിരിക്കണം. അപ്പോൾ ഈ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും. ഇപ്പോൾ പല ആളുകളങ്ങനെ ഡ്രോപ്പായി പോകാനുള്ള ഒരു കാരണം അതാണ്. അതായത് കറക്റ്റായിട്ട് നമ്പർ കൊടുക്കാത്തത് കൊണ്ട് അവരുടെ OTPയും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല, മെസ്സേജ് കിട്ടുന്നില്ല. കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യം വീട്ടിൽ വിളിച്ചറിയിക്കാൻ സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അവരെ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് ഏറ്റവും വലിയ ഒരു അബദ്ധം സംഭവിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, കറക്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, അത് ആക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഈ ലോഗിൻ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ അടുത്ത പ്രൊസീജിയറിലേക്ക് പ്രവേശിക്കണമല്ലോ. തീർച്ചയായിട്ടും. അത് എങ്ങനെയാണെന്നുള്ളത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ ഫോൺ നമ്പറും OTPയും കൊടുത്താൽ നമ്മോടൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. നമുക്ക് തുടർന്നുള്ള ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പാസ്വേഡ്. അപ്പോൾ ഒരു 8 ഡിജിറ്റുള്ള ഒരു പാസ്വേഡാണ് നൽകാൻ ആവശ്യപ്പെടുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം ഒരു ആപ്ലിക്കേഷൻ നമ്പർ കൂടി നമുക്ക് കിട്ടും. ഈ ആപ്ലിക്കേഷൻ നമ്പറും ഈ പാസ്വേഡും വെച്ചാണ് പിന്നീടുള്ള ലോഗിനുകളൊക്കെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ സമയത്ത് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ ഈ പാസ്വേഡും, നമ്മളുണ്ടാക്കുന്ന പാസ്വേഡും കൃത്യമായി ഓർത്തിരിക്കണം. അതേതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി നമുക്ക് എപ്പോഴും കിട്ടുന്ന രൂപത്തിൽ സൂക്ഷിക്കണം. സാധാരണ ഈ ആപ്ലിക്കേഷൻ നമ്പറും ആ പാസ്വേഡൊക്കെ മറന്ന് പിന്നെ ലോഗിനിൽ പോയി തുറക്കാൻ കഴിയാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നമ്മൾ ഓർത്തിരിക്കണം, അത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം. അതിലിപ്പോൾ നമ്മൾ പിന്നെ അപേക്ഷിക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ ഈ +1 അതായത് ഹയർ സെക്കൻഡറിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വേണമല്ലോ, അത് SSLC ആണ്. അപ്പോൾ ഈ SSLC ഉണ്ട്, അതുപോലെ CBSE ഉണ്ട്.
അതേപോലെ തന്നെ അതർ സ്റ്റേറ്റുകളിലുള്ള ഇതേപോലെ ഈക്വലൻസി സർട്ടിഫിക്കറ്റുകളുള്ള ആളുകളുണ്ട്. അവരൊരു ഏജ് ലിമിറ്റും ഉണ്ടല്ലോ ശരിക്കും. എനിക്ക് 20 വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയണത്. അപ്പോൾ ഈ SSLC അല്ലെങ്കിൽ മറ്റുള്ള ഈക്വലൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളതെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ മോഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഈ അപേക്ഷാ സമയത്ത് SSLC ആണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ നമ്പറും അടിച്ചു കൊടുക്കുന്നതോടുകൂടി കുട്ടിയുടെ വിശദമായ വിവരങ്ങൾ ഓൾറെഡി അതിലേക്ക് HSCAPൽ വരും. മറ്റു സ്ട്രീമുകളിൽ പരീക്ഷ എഴുതുന്ന കുട്ടിയാണെങ്കിൽ അതിൻ്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ്, അതേപോലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈ സംഗതികൾ ഒരു PDF ഫയലായി നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ബോണസ് പോയിൻറ്റിൽ IED കുട്ടികളാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയും PDF ഫോർമാറ്റിലാക്കി അപ്ലോഡ് ചെയ്യേണ്ടത്. മറ്റു സാധാ SSLC സ്ട്രീമിൽ വരുന്ന കുട്ടികൾ പ്രത്യേകിച്ചൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. കാരണം അവരുടെ കൃത്യമായ ഡാറ്റ HSCAPൽ അവരുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുന്നതോടുകൂടി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ SSLC യോഗ്യത നേടിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള മെച്ചം എന്താണ്? ഇപ്പോൾ ഇത് കേരള വിദ്യാഭ്യാസ ബോർഡാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ CBSE ഉണ്ട്. ഇവർ തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഈ അപേക്ഷ സമയത്ത് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കേരളത്തിലെ SSLC സ്ട്രീമിലൂടെ വരുന്ന കുട്ടികൾക്ക് 3 പോയിൻ്റ് ബോണസായിട്ട് ലഭിക്കും. മറ്റു ബോർഡുകളിൽ നിന്ന് പരീക്ഷ എഴുതി വരുന്ന കുട്ടികളെക്കാൾ SSLC സ്ട്രീമിലൂടെ പരീക്ഷ എഴുതി വരുന്ന കുട്ടികൾക്ക് 3 പോയിൻ്റ് പിന്നെ ഹയർ സെക്കൻഡറി പ്രവേശനത്തിൽ ബോണസ് പോയിൻ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ A1 അതല്ല CBSEൻ്റെ ഗ്രേഡ് അങ്ങനെയാണല്ലോ A1. അതേ സമയത്ത് നമ്മൾ കേരള വിദ്യാഭ്യാസത്തിൻ്റെ A+ ആണ്. അപ്പോൾ A+ഉം A1 യഥാർത്ഥത്തിൽ ഒരേ ഗ്രേഡാണ്. അതെ. അപ്പോൾ അതിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഏതിനായിരിക്കും എന്നുള്ളതാണ്. അതിൽ പിന്നെ ഫുൾ A+ ഉള്ള കുട്ടിയും ഫുൾ A1 ഉള്ള ഒരു കുട്ടിയും അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് SSLC പാസ്സായ കുട്ടിക്കായിരിക്കും. മറ്റു സ്ട്രീമിലൂടെ CBSE ആണെങ്കിലും മറ്റു സ്ട്രീമിലൂടെയൊക്കെ വരുന്ന കുട്ടികളെക്കാൾ SSLC ഗവൺമെൻറ് ബോർഡിൻ്റെ പരീക്ഷ എഴുതി വരുന്ന കുട്ടികൾക്ക് ഒരു മുൻഗണന ഉണ്ട് ബോണസ് പോയിൻ്റായിട്ട്. ഈ SSLCയിൽ ഇപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഫെയിലായി എന്നിട്ട് അവർക്ക് പിന്നെ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാവും. പരീക്ഷ എഴുതിയിട്ട് പാസ്സായ കുട്ടികളുണ്ടാവും. അതേസമയം SSLC ഒന്നിലധികം തവണ എഴുതിയിട്ടുള്ള കുട്ടികളുണ്ടാവും. അത് മൈനസ് ഒന്നിലധികം ചാൻസ് എടുത്താണ് കുട്ടി പാസ്സാവുന്നതെങ്കിൽ ഓരോ ചാൻസിനും ഓരോ പോയിൻ്റ് മൈനസായിട്ട് കിട്ടും. അങ്ങനെയാണ് പരിഗണിക്കുക. എന്നാൽ സേയിലൂടെ ഈ വർഷം തന്നെ പരീക്ഷ എഴുതിയ കുട്ടിക്ക് 1-2 പേപ്പർ പോയി പരീക്ഷ എഴുതി പാസ്സായാൽ അത് മൈനസായിട്ട് ഈ വർഷം തന്നെ ആവുകൊണ്ട് മൈനസായിട്ട് പരിഗണിക്കില്ല. ഒന്നിലധികം വർഷങ്ങൾ എടുത്തിട്ടാണ് കുട്ടി പാസ്സാവുന്നതെങ്കിൽ അത് ഒരു പോയിൻ്റ് മൈനസായിട്ടാണ് പരിഗണിക്കുക. പിന്നെ ഈ അപേക്ഷിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് അറിയാം, കുട്ടികൾ പലപ്പോഴും ഈ അഡ്മിഷൻ്റെ സമയത്ത് ഡ്രോപ്പായി പോകുന്ന കുറേ ഘടകങ്ങളിൽ ഒരു സംഗതി എന്താ വെച്ചാൽ ഇവരെന്താ വെച്ചാൽ ബോണസ് പോയിൻറ്റിന് വേണ്ടി ഇവർ അപ്ലൈ ചെയ്യും. ബോണസ് പോയിൻ്റുള്ള സംഗതി ഇപ്പോൾ NCC അല്ലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് അങ്ങനത്തെ ഒക്കെ. ഇപ്പോൾ സ്വിമ്മിങ് ആദ്യം ഉണ്ടായിരുന്നു, അതില്ല ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ കുറേ സംഗതികളുണ്ടല്ലോ. അപ്പോൾ ഈ ബോണസ് പോയിൻ്റ് കിട്ടണമെങ്കിൽ അത് നമ്മുടെ മുൻകരുതൽ, അതിൻ്റെ കരുതലുകൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതാണ്. അതിൽ അപേക്ഷാ സമയത്ത് നമ്മൾ ബോണസ് പോയിൻറ്റിന് വേണ്ടി അവകാശം ഉന്നയിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. തെറ്റായ വിവരങ്ങൾ നൽകി നമുക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോവും. തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അഡ്മിഷൻ തന്നെ ക്യാൻസലാവും. അപ്പോൾ അതുകൊണ്ട് ഒരു ബോണസ് പോയിൻറ്റിന് നമ്മളൊരു അപേക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ, അവിടെ ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ബോണസ് പോയിൻറ്റിന് അർഹതയുള്ള ഒരു സർട്ടിഫിക്കറ്റ്, വാല്യുബിളായ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടാവണം. അത് അഡ്മിഷൻ സമയത്ത് വെരിഫിക്കേഷൻ സമയത്ത് കാണിക്കും വേണ്ടി വരും അതിൻ്റെ ഒറിജിനൽ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് എടുത്താൽ ഇപ്പോൾ രാജ്യ പുരസ്കാരമുണ്ട്, അതുപോലെ രാഷ്ട്രപതി പുരസ്കാരമുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ. സ്കൗട്ടിൽ 2-3 വർഷം വർക്ക് ചെയ്തു, കുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ ദ്വിതീയ സോപാന് അങ്ങനത്തെ ഒക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷെ അതിന് ഗ്രേസ് മാർക്ക് കിട്ടില്ല. പക്ഷേ മിനിമം രാജ്യപുരസ്കാരെങ്കിലും പാസ്സായ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കിട്ടുള്ളൂ. അതുപോലെ NCCയിൽ കുട്ടി വർക്ക് ചെയ്തിരുന്നു, കുറച്ച് കാലം വർക്ക് ചെയ്തുകൊണ്ട് ഗ്രേസ് മാർക്ക്, അതിൻ്റെ
75% അറ്റൻഡൻസ് ഉള്ള അവരുടെ സർട്ടിഫിക്കറ്റ്, അതേപോലെ SPC ആണെങ്കിലും ഏതാണെങ്കിലും അതിൽ വാല്യുബിളായ സർട്ടിഫിക്കറ്റ് കൈവശം വേണം. അത്തരം ആളുകൾക്ക് അതിൻ്റെ ബോണസ് പോയിന്റിന് അർഹതയുള്ളൂ. അതായത് ഈ ബോണസ് പോയിന്റ് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ടിക്ക് ചെയ്യണം. അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അഡ്മിഷൻ ക്യാൻസൽ ആയിട്ട് പോകും. അതാണ്. പിന്നെ അതേപോലെ ഒരു പ്രശ്നമാണ് ശരിക്കും കാറ്റഗറീസ് ഒരു വലിയ പ്രശ്നമാണ്. ചില ആളുകൾ SC, അതുപോലെ ST, OBC, OEC ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാറ്റഗറിയിലാണ് കുട്ടികൾ അഡ്മിഷൻ നേടുന്നത്. അവർക്കൊക്കെ എന്ന് വെച്ചാൽ പോയിന്റുകളുണ്ട്. ഓരോ കാറ്റഗറിക്കും നിശ്ചിത ശതമാനം സംവരണ സീറ്റുകളാണുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഏത് കാറ്റഗറിയിലാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് ആ കാറ്റഗറിയിൽ തന്നെയാണ് ടിക്ക് ചെയ്യുന്നത് ഉറപ്പുവരുത്തണം. OBCയിലുള്ള ഒരാൾ OECയിൽ ടിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ OBCയിലുള്ള ഒരാൾ SC/STയിൽ ടിക്ക് ഇട്ടാൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. കാരണം അതിനേക്കാൾ കുറഞ്ഞ മാർക്കിലുള്ളവർക്ക് അഡ്മിഷൻ ഒരു പക്ഷേ റിസർവേഷനിൽ കിട്ടുന്നുണ്ടാവും. പക്ഷേ അഡ്മിഷൻ കിട്ടുമെങ്കിലും നമ്മുടെ ജാതി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ SLC ബുക്കിലുള്ള ജാതി അല്ല എങ്കിൽ, കാറ്റഗറി അല്ലെങ്കിൽ ആ അഡ്മിഷൻ ക്യാൻസലായി പോകും. ഏതായിരുന്നാലും അപേക്ഷ കൊടുക്കുമ്പോൾ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട് സംസാരിക്കണം. അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.